ഈ ടെക്നോളജി ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് 2016 ഞങ്ങളുടെ പ്രസന്റേഷൻ സ്ലൈഡുകൾ കാണിച്ചത്. ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. ഞങ്ങൾ അധികം സോഷ്യൽ മീഡിയ പ്രസൻസിലേക്ക് പോയിട്ടില്ല ഇപ്പൊ, കാരണം അതിന് റീസൺസ് ഉണ്ട്. വൈ വി ആർ നോട്ട് ഗോയിങ് ടു ടു മച്ച് അഗ്രെസീവ് സോഷ്യൽ മീഡിയ. ഇറ്റ് വിൽ ഹാപ്പൻ ആഫ്റ്റർ സം ടൈം. ഈ ഇന്റർവ്യൂ ബേസിക്കലി ഇതിൽ കിടക്കുന്നുണ്ട്, അതായത് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും കാണാം. ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് യുപോസ് എന്ന് പറയും, യൂണിവേഴ്സൽ പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ പ്രൈമറിലി ബിസിനസ് ചെയ്യുന്നവർക്കാണ് ഞങ്ങൾ കൊടുക്കുക. അതായത് നിങ്ങൾക്കൊരു ക്ലയന്റിൽ ബേസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ലൈ ചെയ്യാം. കേരളത്തിൽ ഏകദേശം 19,000 സ്റ്റോറുകൾ, അതായത് 19,000 കച്ചവടക്കാർക്കായിരിക്കും ലൈസൻസ് കൊടുക്കുക. കേരളത്തിലെ വ്യാപാരി വ്യവസായ അസോസിയേഷന്റെ കെയർഓഫിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം 24 ലക്ഷത്തോളം കടകളോ വ്യവസായ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 19,000-20,000 പേർക്ക് ഇത് കിട്ടുള്ളൂ. അത്രയും സ്റ്റോറുകൾ. ഈ സ്റ്റോറുകൾ പ്രൈമറിലി ഒരു അക്ഷയ കേന്ദ്രം ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണം പറയാൻ പറ്റും. അക്ഷയ കേന്ദ്രം പോലെയാണ്. ഇപ്പൊ ഒരു അക്ഷയ കേന്ദ്രത്തിൽ എന്താ സംഭവിക്കുക? ഗവൺമെന്റിന് കൊടുക്കേണ്ട സർവീസസ് എല്ലാം കൊടുക്കുന്ന ഒരു യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മലയാളം? ഓക്കെ ബിക്കോസ് വി ഹാവ് മോർ ഓഫ് മലയാളം സ്പീക്കിംഗ് പീപ്പിൾ. സോ ഒരു അക്ഷയ കേന്ദ്രം എന്താ ചെയ്യുന്നത്? പ്രൈമറിലി ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന സർവീസസ്, അങ്ങനെ പല സർവീസസും ചെയ്യുന്ന ഒരു ഹബ്ബാണ്. അപ്പോൾ അവിടെ സിറ്റിസന് ചെല്ലാം, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എനേബിൾ ചെയ്യുന്നു. അപ്പോൾ അതിലൊരു ഫീസ് അവർക്ക് അക്ഷയ കേന്ദ്രത്തിന് കിട്ടും. ഇത് അപ്പോൾ അതൊരു സർവീസസ് മാത്രം ലിമിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം. ഞങ്ങൾ എന്ത് ചെയ്തു? ഇതേ മോഡലിനെ കംപ്ലീറ്റ് ഡിജിറ്റൽ കോമേഴ്സിലേക്ക് കൊണ്ടുവരിക. അതായത് യു ക്യാൻ വാക്ക് ഇൻ ടു എ ഡിജിറ്റൽ സ്റ്റോർ. ഞങ്ങളുടെ യുപോ സ്റ്റോർ എന്ന് പറയുന്നത് ഡിജിറ്റൽ സ്റ്റോർ ആണ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിത്തിങ് ഫ്രം എനിവെയർ യു ക്യാൻ ഡു പർച്ചേസ് ട്രാൻസാക്ഷൻസ്. ലോകത്ത് എവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്കുണ്ടായിരിക്കും. എല്ലാ ബ്രാൻഡുകളും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു ഗ്രോസറി ഷോപ്പ് നടക്കുന്ന ആൾക്കാരുടെ ലൈസൻസ് അപ്ലൈ ചെയ്യാം. ബൊട്ടീക്ക് ആയിക്കോട്ടെ, മെഡിക്കൽ ഷോപ്പ് ആയിക്കോട്ടെ, അക്ഷയ കേന്ദ്രം ആയിക്കോട്ടെ, അവർക്കൊക്കെ നമുക്ക് ലൈസൻസ് അപ്ലൈ ചെയ്യാം. കസ്റ്റമറെ സംബന്ധിച്ച് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് വേൾഡിലെ ഫസ്റ്റ് ടെക്നോളജിയാണ് 100% ക്യാഷ് ബാക്ക്. ഇതുവരെ നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈ പൈസ എന്തെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ പോയിട്ട് ഒരു മൊബൈൽ ഫോൺ മേടിക്കുക, ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാറുണ്ടോ? ഇല്ല. ഇന്ന് മുതൽ നിങ്ങളൊരു മൊബൈൽ ഫോൺ മേടിച്ചാൽ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. 100% ക്യാഷ് ബാക്ക്. ഈ 100% എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാനത് മാത്തമാറ്റിക്കൽ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, മനസ്സിലാവും എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് യു ഗെറ്റ് 100% ക്യാഷ് ബാക്ക് ഫോർ ട്രാൻസാക്ഷൻ. ഞങ്ങൾ ഇതുവരെ നമ്മൾ എക്സ്പെൻസസ് ഇങ്ങനെ എന്താ പറയാ പോയിക്കൊണ്ടിരിക്കുക. ഇനി മുതൽ നിങ്ങൾ ഗ്ലോബൽ കാർഡ് പ്ലാറ്റ്ഫോമിലോട്ട് ചെയ്യുക, ആ എക്സ്പെൻസ് എല്ലാം നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പൊ ഇത് വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും. ഞങ്ങൾ ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സീ ഗ്ലോബൽ കാർഡിന്റെ ആപ്പ് ഇല്ലാത്ത ഒരു ഫോൺ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇൻ ദ ഫ്യൂച്ചർ. പിന്നെ ഏതൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ബ്രൗസർ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആപ്പ് അതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് വരുന്നത് അതേപോലെ തന്നെയായിരിക്കും ഗ്ലോബൽ കാർഡിന്റെ ആപ്പ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. That's going to be the future. See. ഞങ്ങൾക്ക് ഈ ടെക്നോളജി ജനങ്ങൾ എത്തിക്കാൻ വേണ്ടി വി നീഡ് സം ചാനൽ പാർട്ട്നേഴ്സ്. അപ്പൊ അതിന്റെ ഓപ്പർച്യൂണിറ്റി ഡിസ്കഷൻ കൂടി സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ 2016 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, കർണാടക ഗവൺമെന്റ് ഫെലിസിറ്റേഷൻ. ഞങ്ങൾ IIM ബാംഗ്ലൂർ ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുകയാണ്. ബെസ്റ്റ് ടെക്നോളജി സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ട്. IIM അറിയാലോ, നിങ്ങൾക്കറിയാമോ, അല്ലാതെ ടെക്നോളജി ഇൻക്യുബേഷൻ. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ റെക്കഗ്നീഷൻസ് ആണ് ഈ കാണുന്നതെല്ലാം. ONDC ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ്, ഗുജറാത്ത് ഗവൺമെന്റിന്റെ IT സബ്സിഡി, ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് അവാർഡ്, ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകൾ, മീഡിയ കവറേജ്, ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കിട്ടിയ കംപ്ലയൻസസ് റെക്കഗ്നീഷൻ. ഞങ്ങളുടെ എൻറ്റയർ ഇന്ത്യ പ്രസന്റ് ആണ്. ഞങ്ങളുടെ റവന്യൂ, GST പെയ്ഡ്, ഞങ്ങളുടെ ടൈം ലൈൻ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, വാല്യുവേഷൻ റിപ്പോർട്ട്, ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി കാണാം. ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഓക്കെ, കാരണം 16,000 കോടി രൂപയുടെ കമ്പനിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ യു ഷുഡ് നോ ദ ബാക്ക്ഗ്രൗണ്ട് അവൈലബിൾ ആണ്, ആക്സസ് ചെയ്യാം. ഇത് ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന മെത്തേഡാണ്. ഇത് നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ ഐഡിയ ഹൗ ടു ബി വർക്ക്. സി ബേസിക്കലി വെണ്ടേഴ്സിനെ ഞങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, വെണ്ടേഴ്സ് ഇതിനകത്ത് ഓൺലൈൻ വെണ്ടേഴ്സ് ഉണ്ട്, ഓഫ്ലൈൻ വെണ്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് കച്ചവടക്കാരിലാണ്. വെണ്ടേഴ്സിനെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു മോഡൽ. കസ്റ്റമറിന്റെ കയ്യിൽ ഞങ്ങളുടെ ആപ്പ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. റെഫറൽ കോഡ് വേണമെന്ന്. ലൈക്ക് ആമസോണിന്റെ എന്താ ചെയ്യുന്നത്?
ബേസിക്കലി നിങ്ങളുടെ ആമസോൺ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാം. അതേപോലെ തന്നെ ഞങ്ങളുടെ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് വാങ്ങാം. ഇപ്പൊ ആമസോൺ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു കടയിൽ പോയിട്ട് സാധനം മേടിക്കാൻ പറ്റും. ഒരു ലോക്കൽ കടയിൽ പോയിട്ട് ആമസോൺ ആപ്പ് ഉപയോഗിച്ച് മേടിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങളുടെ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആപ്പ് എടുക്കുക, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു QR സ്കാനർ ഉണ്ട്. കടയിൽ ചെന്ന് അതിനോട് സ്കാൻ ചെയ്യാൻ പേയ്മെന്റ് ചെയ്യാം, സാധനം മേടിച്ചോളൂ. ഇനി ഓൺലൈനിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആപ്പ് ഓപ്പൺ ചെയ്യാം, ആപ്പിന് മിന്ത്രയോ അതിനുള്ള ഓൺലൈൻ ചെയ്യാം. ഇനി വല്ലാതെ ലിസ്റ്റഡ് വെൻഡേഴ്സിന് എടുത്ത് പോകണമെന്നുണ്ടെങ്കിലും അതും അവൈലബിൾ. ഇപ്പൊ ആമസോൺ പോലുള്ള ഒരു ആപ്പും ഇതുമായിട്ടുള്ള ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ ആമസോണിനകത്ത് ഓൺലൈനിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഈ ആപ്പിനെ നോക്കി നിങ്ങൾക്ക് ഏത് കടയിൽ പോയി വാങ്ങാം, എവിടെ നിന്ന് പോയി വാങ്ങാം. ഫസ്റ്റ് ആപ്പാണ്. അപ്പോ കസ്റ്റമർ ഞങ്ങളുടെ ആപ്പ് ഉപയോഗിക്കുന്നു, ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കസ്റ്റമർ കണക്ട് ചെയ്യുന്ന യൂപോസ് എന്ന ഹബിലൂടെ ആയിരിക്കും കണക്ട് ചെയ്യാൻ പറ്റും. യൂപോസ് ഇല്ലാതെ ഒരു കസ്റ്റമർക്കും ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ യൂപോസ് എന്ന് പറഞ്ഞാൽ ഒരു അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സ്റ്റോർ. അപ്പൊ ഇതിന്റെ ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു ഫ്രാഞ്ചൈസിയാണ് ഈ സ്റ്റോർ. ഒരു കസ്റ്റമർ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഏതെങ്കിലും ഒരു സ്റ്റോറുമായിട്ട് പുള്ളി ഓട്ടോമാറ്റിക്കലി ലിങ്ക് ആയിരിക്കും. അത് ബൈ ഡിഫോൾട്ട് സിസ്റ്റം ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു വെണ്ടറിൽ നിന്ന് എന്തെങ്കിലും ഒരു കച്ചവടം പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടർ ഞങ്ങൾക്ക് ഒരു കമ്മീഷൻ തരും. ഞങ്ങൾ ഈ കമ്മീഷനിൽ നിന്ന് ഒരു 10% ഞങ്ങളുടെ ഒരു പ്രോഫിറ്റ് ആയിട്ട് ഞങ്ങൾ മാറ്റി വയ്ക്കും. ഒരു 100 rupees ഞങ്ങൾ വന്നു വയ്ക്കും. ഒരു 10 rupees ഞങ്ങളുടെ പ്രോഫിറ്റ് വയ്ക്കും. ഒരു 70 rupees എടുത്ത് കസ്റ്റമറിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് ക്യാഷ് ബാക്ക് ആണ്. ബാക്കി ഒരു 20 rupees എടുത്ത് നേരെ അക്ഷയ അല്ലെങ്കിൽ ഈ യൂപോസ് എന്ന സെന്ററിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ 100 രൂപ വന്നു, 10 രൂപ ഞങ്ങളുടെ പ്രോഫിറ്റ്, 20 രൂപയുടെ 70 രൂപ. അപ്പൊ ഈ ഒരു സിസ്റ്റം ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. കസ്റ്റമറുടെ പൈസ ഫുൾ ക്യാഷ് ബാക്ക് വരുന്നവരെ ഈ ക്യാഷ് ബാക്ക് കൊടുത്തോണ്ടേയിരിക്കും. പുള്ളിക്ക് 100% ക്യാഷ് ബാക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ പുള്ളി ക്യാഷ് ബാക്ക് പ്രോസസ് നോക്കാം. പിന്നെ പുള്ളിയുടെ അടുത്ത പർച്ചേസ് വീണ്ടും വരും, അപ്പോഴും പുള്ളി വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഐറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ മോണിറ്റൈസേഷൻ സ്ട്രാറ്റജി. ഇവിടെ വരുന്ന പൈസ പ്രോഫിറ്റ് യൂപോസ് പരിപാടി. ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു 3-4 സ്ലൈഡില് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, ഒരു കച്ചവടക്കാരൻ എന്ത് ചെയ്യണം, ഒരു യൂപോസ് എന്ത് ചെയ്യണം, കസ്റ്റമർ എന്ത് ചെയ്യണം, അവർക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി എന്താ ചെയ്യുന്നത്. സോ അത് കാണിച്ചു. സോ പ്രൈമറി കസ്റ്റമറെ സംബന്ധിച്ച് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. 34 ലക്ഷം കടകളിൽ നിന്ന് മേടിക്കും, 34,000 ബ്രാൻഡ് ഔട്ട്ലെറ്റുകൾ, 126 ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ആൻഡ് 20 കോടി പ്രോഡക്ട്സ് ഈ ആപ്പിലൂടെ വാങ്ങും. സിംഗിൾ ആപ്പാണ്, ഒറ്റ ആപ്പ് കൊണ്ട് എല്ലാ ട്രാൻസാക്ഷൻ ചെയ്യാം. സൂപ്പർ ആപ്പാണ്. അതായത് ഓൺലൈൻ ചെയ്യാം, ഓഫ്ലൈൻ ചെയ്യാം, ലോക്കൽ കടയിൽ പോകാം, എന്ത് ചെയ്യാം. അടുത്തത് അസിസ്റ്റന്റ് മോഡൽ. ഇത് നിങ്ങൾ ബിസിനസ്സുകാർ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അസിസ്റ്റന്റ് മോഡലിന്റെ ഇത് പറയാം. പിന്നെ ഇന്ത്യയുടെ GMV ഗ്രോസ് മെർച്ചന്റൈസ് വോളിയം ഓഫ് ഇന്ത്യ 268 ലക്ഷം കോടിയാണ്. 268 lakh ഇന്ത്യയുടെ GMV. ഇതില് ഓൺലി 7% ഉള്ള ആവറേജ് ഇ-കോമേഴ്സ്. 93% ആളുകൾ കടയിൽ പോയി വാങ്ങുക അതാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ കോമേഴ്സിലേക്ക് ഹ്യൂജ് ആയിട്ട് മാറ്റം വരാത്തത്? അതുവരെ ഇവൻച്വലി വരാൻ പോകുന്നതാണ് പെനിട്രേഷൻ. ഇപ്പോൾ ഉള്ള 2 ബാരിയറുകൾ. മെയിൻ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഫാക്ടർ. ഓൺലൈനിൽ ആളുകൾക്ക് മേടിക്കാനൊരു പേടിയാണ്. അതായത് ഒറിജിനൽ പ്രോഡക്റ്റ് കിട്ടുമോ, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമോ, അത് പൈസ അടിച്ചുകൊണ്ട് പോകുമോ, കിട്ടുമോ, ഇതൊക്കെ ഒരു ഡൗട്ട്, ഒരു ഫിയർ ഫാക്ടർ. രണ്ടാമത്തെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പ് ഉപയോഗിക്കാനുള്ള പരിചയം എല്ലാവർക്കും ഒന്നുമില്ല. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് 86 വയസ്സ്. എന്റെ അമ്മോട് ആമസോൺ ആപ്പ് ഉപയോഗിക്കുന്നത് നടക്കില്ല. അപ്പോ ആപ്പ് ഉപയോഗിക്കാനുള്ള ഫെമിലാരിറ്റി, നോളജ്, ഈ 2 കാര്യം. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യണം. അസിസ്റ്റന്റ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂപോസ് ആണ്. അപ്പൊ യൂപോസിലേക്ക് നമുക്ക് കോൺടാക്ട് ചെയ്യും. അപ്പൊ എനിക്കിപ്പോ ഒരു പാൻ കാർഡ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അക്ഷയ കേന്ദ്രത്തിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടബിൾ ആയി. ഞാൻ നേരെ ഇത് ഉണ്ടാക്കേണ്ട രീതിയൊന്നും ഞാൻ പോകേണ്ട കാര്യമില്ല. എക്സാക്ട്ലി അതേപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നേരെ യൂപോസിലേക്ക് കണക്ട് ചെയ്യാം. ഒരു നമ്പർ മാത്രം കയ്യിൽ വന്നാൽ മതി. നമ്പറിൽ വിളിക്കുക, എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ജോയ് ആലുകാസിൽ സ്വർണം മേടിക്കണം, എന്ത് വേണമെങ്കിലും യൂപോസ് ചെയ്തു. അതാണ് അസിസ്റ്റന്റ് മോഡലിന്റെ പ്രത്യേകത. ഇത് ഒത്തിരി മാറ്റങ്ങൾ വരാൻ പോകുന്ന കാര്യം. പിന്നെ ഞങ്ങളൊരു വെണ്ടർ ന്യൂട്രൽ പ്ലാറ്റ്ഫോം, അതായത് ഇന്ന പ്രോഡക്റ്റ് വാങ്ങണം, ഇന്ന സാധനം വാങ്ങണം എന്നൊന്നും പറഞ്ഞ് ഒന്നും പ്ലാറ്റ്ഫോമിൽ പുഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങാം. 2 to 100% ക്യാഷ് ബാക്ക് കസ്റ്റമർക്ക് കിട്ടുന്നത്. അതായത് കസ്റ്റമർക്ക് എന്തായാലും ഇതുവരെ ക്യാഷ് ബാക്ക് ഒന്നും കിട്ടിയിരുന്നില്ല. ഇന്ന് മുതൽ നിങ്ങൾക്ക് മിനിമം നിങ്ങൾക്ക് 4 ക്യാഷ് ബാക്ക് പ്രോഗ്രാംസ് അപ്പം തന്നെ എടുക്കാം.
കുറച്ച് വെയിറ്റ് ചെയ്യാമെങ്കിൽ ഈ 3 മൈ സർക്കിൾ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആൻഡ് റാൻഡം പിക്കപ്പ് പ്രോസസ്, ഈ 3 പ്രോഗ്രാംസും അവൈലബിൾ ആണ്. അത് കുറച്ച് വെയിറ്റ് ചെയ്താലേ കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ബാങ്കിൽ പൈസ ഇടുന്ന പോലെ, ബാങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കിട്ടുക കഴിഞ്ഞാൽ ഇച്ചിരി ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. കുറച്ചാൾ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. എക്സാക്ട് ഇഫ് യു വെയിറ്റ് യു ഗെറ്റ് മോർ ക്യാഷ്. അത് പ്രോസസ് ചെയ്യുന്ന രീതി എന്താ അൽഗോരിതം ഞാൻ പറഞ്ഞു. ഇതാണ് കസ്റ്റമറുടെ ബെനിഫിറ്റ്. അപ്പൊ ഈ 4 പ്രോഗ്രാംസ് ഉണ്ട്. അതായത് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് അപ്പം തന്നെ കിട്ടും. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, റാൻഡം പിക്കപ്പ് പ്രോസസ്, മൈ സർക്കിൾ, ഈ 3 പ്രോഗ്രാമും നടക്കണമെങ്കിൽ നിങ്ങൾക്കൊരു 10,000 രൂപയുടെ ക്യുമുലേറ്റീവ് പർച്ചേസ് വേണം. അതായത് ഇന്ന് 1000 രൂപ മേടിച്ചു, നാളെ 2000 രൂപ, എന്ന് 10,000 ആയോ ഈ പ്രോസസ്സിൽ നിങ്ങൾ എലിജിബിൾ. അപ്പോൾ 10,000 രൂപയും ക്യാഷ് ബാക്ക് ആണ്. ഞാൻ ഇതിന്റെ ഓരോ മോഡൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഇനി അടുത്തത് പ്രൊമോട്ട് ചെയ്ത് കാരണം യൂപോസ് സ്റ്റോറുകൾ വന്നു കഴിഞ്ഞാല് യൂസർ ആപ്പ് പ്രൊമോട്ട് ചെയ്യും. ഇതുവരെ ഇത്ര ഓർത്താൽ മതി, നിങ്ങൾക്ക് ഇതുവരെ സ്പെൻഡ് ചെയ്ത പൈസ ഒരിക്കലും കിട്ടിയിരുന്നില്ല, ഇന്ന് മുതൽ ഇതിലൂടെ തിരിച്ചു കിട്ടും. ഇത്ര ഓർത്താൽ മതി. അതെങ്ങനെ വരുന്നുള്ള മാത്തമാറ്റിക്കൽ മോഡൽ പറഞ്ഞു. ഇതാണ് യൂസറിന്റെ ബെനിഫിറ്റ്. ഇനി വെണ്ടറിന്റെ ബെനിഫിറ്റ്, നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ആദ്യം വെണ്ടറായിട്ട് വരാം. 1 രൂപയും ഞങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുകയോ ഒന്നും വേണ്ട. യു ക്യാൻ യൂസ് കംപ്ലീറ്റ് ഡിജിറ്റൽ ടെക്നോളജി ഞങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും, ഇൻക്ലൂഡിംഗ് പേയ്മെന്റ് ഗേറ്റ് വേ വരെ ഞങ്ങൾ ബിൽഡ് ചെയ്ത് തരും. സോ യു ഡോണ്ട് ഹാവ് ടു പേ. ബട്ട് ആഫ്റ്റർ ദ സെയിൽസ് യു ഹാവ് ടു പേ കമ്മീഷൻ. ഇറ്റ്സ് എ പോസ്റ്റ് പെയ്ഡ് സെയിൽ സർവീസ് ആണ്. ഇപ്പൊ ഞാനിന്നൊരു മൊബൈൽ ഷോപ്പ് നടത്തുക, അപ്പൊ എനിക്ക് എന്റെ ഷോപ്പിന്റെ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ തുണിക്കട നടത്തുകയാണ്, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ് നടത്തുകയാണ്, അല്ലെങ്കിൽ ഞാൻ ട്യൂഷൻ സെന്റർ നടത്തുകയാണ്, അല്ലെങ്കിൽ ഞാൻ അഡ്വക്കേറ്റ് ആണ്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, എന്ത് വേണമെങ്കിലും യു ക്യാൻ പുട്ട് ഇൻ അവർ സിസ്റ്റം ആസ് എ വെണ്ടർ. യു ഡോണ്ട് ഹാവ് ടു പേ ഈവൻ 1 രൂപ 100. ഇതൊക്കെ എന്താ പറയാ shopify.com എന്നൊക്കെ പറഞ്ഞ ആപ്പിനകത്ത് കിട്ടുന്നുണ്ട്. യു ഹാവ് ടു പേ 1 ലക്ഷം 2 ലക്ഷം കൊടുക്കണം. ഇതിന് 1 രൂപയും തരണ്ട. 100% ഫ്രീ. ആഫ്റ്റർ ദ സെയിൽ യു പേ കമ്മീഷൻ. നോ സെയിൽ നോ കമ്മീഷൻസ്. സോ ഇതാണ് ഫസ്റ്റ് ടൈമാണ് പോസ്റ്റ് പെയ്ഡ് മോഡൽ. അപ്പോ നിങ്ങൾക്ക് ഈ കസ്റ്റമറിന്റെ ബെനിഫിറ്റുകൾ മനസ്സിലായി, വെണ്ടറിന്റെ ബെനിഫിറ്റ് മനസ്സിലായി. ഇനിയിപ്പാണ് യൂപോസ് എന്ന സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് എന്ത് നിങ്ങൾ ചെയ്യണം. ഇത്ര അറിഞ്ഞാൽ മതി. അപ്പൊ ബേസിക്കലി മനസ്സിലാവും. യൂപോസ് സോഫ്റ്റ്വെയർ ബേസിക്കലി ഒരു ഇൻവിറ്റേഷൻ പ്രോഡക്റ്റ്. ആരോ കേരളത്തിൽ 19,000 അവർക്ക് ഈ സ്റ്റോർ ലൈസൻസ് ഞങ്ങൾ കൊടുക്കും. അത്രേ ഉള്ളൂ. ഈ ലൈസൻസ് അപ്പൊ കച്ചവടക്കാരനാണ് ഞങ്ങൾ കൊടുക്കാൻ പറ്റും. ഈ സ്റ്റോർ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ കടയിൽ വരുന്ന അല്ലെങ്കിൽ നിങ്ങളോട് കോൺടാക്ട് ചെയ്യുന്നവരോട് പറയാം ഗ്ലോബൽ ഗാർഡിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. അപ്പൊ അവർ ചോദിക്കുക എന്താ ബെനിഫിറ്റ് എന്ന് ചോദിക്കും. അവരോട് പറയാം ഈ ആപ്പിലൂടെ നിങ്ങൾ എന്ത് ട്രാൻസാക്ഷൻ ചെയ്താൽ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. സോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇന്ന് ഒരു 10,000 രൂപ ഫീസ് അറിയിക്കുക കൊച്ചിന്റെ സ്കൂളിലേക്ക്. ചിലപ്പോ എന്റെ ക്യാഷ് ബാക്ക് പ്രോസസ് ചെയ്ത് വരുന്നത് അടുത്ത കൊല്ലമായിരിക്കും. കൊച്ചിന്റെ 1ാം ക്ലാസ്സിൽ ചേർത്ത് 10,000 കൊടുത്ത് 2ാം ക്ലാസ്സിൽ ചേർത്ത് ആ ക്യാഷ് ബാക്ക് തിരിച്ചു. എനിക്ക് 2ാം ക്ലാസ്സിൽ ഫീസ് കൊടുക്കാം. 2 ചേർത്ത് കൊടുത്ത ഫീസ് 3ാം ക്ലാസ്സിൽ തിരിച്ചു. ഞാൻ ജസ്റ്റ് ഗിവിംഗ് 1 ഇയർ എടുത്താൽ തന്നെയും ആ ആദ്യം ക്യാഷ് ബാക്ക് വരാനുള്ള ഡിലേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വന്നിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക. ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് മാത്രമേ നിങ്ങളുടെ ജോലിയുള്ളൂ. വേറെ യാതൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് അവിടുന്ന് പൈസ മേടിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് വേറെ നോ ലയബിലിറ്റീസ്. ഓക്കെ, ജസ്റ്റ് ഹെൽപ് ദം ടു ഡൗൺലോഡ് ആൻഡ് യൂസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞങ്ങളുടെ സ്റ്റോറുകൾ സ്റ്റാർട്ട് ചെയ്യാം ഇൻഡിപെൻഡന്റ് ആയിട്ട് വേണമെങ്കിൽ. ഇനി അഥവാ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കടയുണ്ടെങ്കിൽ ബോർഡ് മാത്രം വെച്ചാൽ മതി. വേറെ നിങ്ങൾക്ക് ലയബിലിറ്റീസ് ഒന്നുമില്ല. ഒരു ബോർഡിന്റെ കോസ്റ്റ് എത്ര വരും? കൂടി കഴിഞ്ഞാൽ 12,000 3,000 രൂപ വരും. നല്ലൊരു ലൈറ്റിംഗ് ബോർഡ് കൊടുത്തില്ല. അത്ര കസ്റ്റമറെ സംബന്ധിച്ച് എന്ത് സാധനം ഈ ആപ്പിലൂടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണോ, ലോൺ പ്രോസസ് ചെയ്യണോ, വെഹിക്കിൾ ഇൻഷുറൻസ്, IT, ഹോളിഡേ, എവറിത്തിങ്. ഇവൻ എല്ലാ ബ്രാൻഡുകളും ഞങ്ങളുടെ ആപ്പിൽ അവൈലബിൾ. യു നെയിം എനി ബ്രാൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ. ഈവൻ ആമസോൺ ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ കോമേഴ്സ് കമ്പനിയാണ്. ആമസോൺ ഇസ് മൈ വെണ്ടർ. ജസ്റ്റ് ഇമാജിൻ ദാറ്റ്സ് വാട്ട് യു ആൻഡ് ഐ ആം ദ മദർ ഷിപ്പ്. മറ്റവരൊക്കെ എന്റെ ഷിപ്പിൽ ഡോക്ക് ചെയ്തിരിക്കുന്നത് ചെറിയ ആമസോൺ എന്റെ പ്ലാറ്റ്ഫോമിൽ വരണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്റെ മോഡൽ എന്തായിരിക്കും, എത്ര സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, ഓൾ ദി ബ്രാൻഡ്സ് ആർ അവൈലബിൾ. 126 ഇ കോമേഴ്സ് സൈറ്റുകൾ, 34,000 ബ്രാൻഡ് ഔട്ട്ലെറ്റുകൾ, 36 ലക്ഷത്തോളം ലോക്കൽ വെണ്ടേഴ്സ് ഇതിനകത്ത് ഇന്റഗ്രേറ്റഡ് ആണ്. ഞങ്ങൾ ഈ ലോക്കൽ വെണ്ടേഴ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ടൊരു പ്ലാൻ ഞങ്ങൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു.
ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ലോക്കൽ വെണ്ടേഴ്സിന് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങള് ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് 100% ക്യാഷ് ബാക്ക് പ്രീപെയ്ഡ് കാർഡുകൾ ലോഞ്ച് ചെയ്തിരിക്കും. സോ ഇത് കാർഡുള്ളവർ എത്ര പേരുണ്ട്? സോ ദിസ് ആർ ദ RBI കാർഡ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവലുള്ള കാർഡാണ്, റുപേ കാർഡ്. നിങ്ങൾക്ക് ഈ കാർഡ് വാങ്ങി ഇതിനകത്ത് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്തിട്ട് ഇത് സ്വൈപ്പ് ചെയ്യാം. എവിടെ വേണമെങ്കിൽ എത്ര രൂപ ചാർജ് ചെയ്തോ അത്രയും രൂപയും ക്യാഷ് ബാക്ക് ആണ്. ഇന്ന് 10,000 രൂപ ഞാൻ അതിനകത്ത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപ. So first time in the world, you have seen the cashback cards, HDFC, ICIC, all those banks gives cards, right? They give you 5% cashback, 7% cashback. But this is the only card in the world with 100% cashback. So first time. So you can preload this card and spend. Now ഈ കാർഡിൽ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ 5.9% എക്സ്ട്രാ ലോഡ് ചെയ്യും. 1000 രൂപ ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 1059 രൂപ ലോഡ് ചെയ്യണം. ഈ 59 രൂപ നേരെ നിങ്ങളുടെ പെട്രോൾ ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിന് പെട്രോൾ കാർഡും അവിടെ. അപ്പൊ ഇവിടെ എക്സ്ട്രാ ലോഡ് ചെയ്യുന്ന കൺവീനിയൻസ് ഫീ എന്ന് പറഞ്ഞാൽ ആ കൺവീനിയൻസ് ഫീ ഞങ്ങൾ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾക്ക് നേരെ പെട്രോൾ ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പോയിട്ട് ഈ 59 രൂപയ്ക്ക് പെട്രോൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ 2 കാർഡ് നിങ്ങളുടെ ലൈഫിന്റെ പാർട്ടായിരിക്കും. സോ സ്പെൻഡ് earn. ഇതും ഏൺ ചെയ്തുകൊണ്ടിരിക്കും, തിരിച്ചു കിട്ടും. So this is the first time a deadly combination of cards.